നമ്മൾ എത്രയൊക്കെ വേദനിപ്പിച്ചാലും നമ്മളെ ഒന്നും പറയാത്തൊരു കൂട്ടുകാരൻ നമുക്കുണ്ടാവും. അങ്ങനെ ഒരു കൂട്ടുകാരൻ അള്ളാഹുവിനും ഉണ്ടായിരുന്നു. ദ സ്റ്റോറി ഓഫ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പരീക്ഷണങ്ങൾക്ക് മേൽ പരീക്ഷണം, അത് കഴിഞ്ഞ് വീണ്ടും പരീക്ഷണം. ഇതായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ ജീവിതം. പരീക്ഷണങ്ങളൊക്കെ തൻ്റെ ഉറച്ച ഈമാൻ കൊണ്ട് മറികടന്ന ഇബ്രാഹിം നബിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറ്റ സുഹൃത്താക്കുകയും തുടർന്നൊരു ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തു. ആദം നബിയുടെ കാലം മുതലേ മക്കയിലുണ്ടായിരിക്കുകയും എന്നാൽ പിന്നീട് നൂഹ് നബിയുടെ കാലത്ത് മഹാപ്രളയത്തിൽ തകർന്നു പോവുകയും ചെയ്ത കഅബ ഷരീഫ് പുനർനിർമ്മിക്കണം. വളരെ സന്തോഷത്തോടു കൂടി ഇബ്രാഹിം നബി ഈ ദൗത്യം ഏറ്റെടുത്തു. ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും മുമ്പ് കഅബ ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് അടിത്തറയിടുകയും കഅബയുടെ പുനർനിർമ്മാണം വളരെ ഭംഗിയായി പൂർത്തീകരിക്കുകയും ചെയ്തു. പുതുക്കി പണിത കഅബയെ കണ്ട സന്തുഷ്ടനായ അള്ളാഹു തൻ്റെ പ്രിയ സുഹൃത്തിനുള്ള നന്ദി സൂചകമായി ദിവസവും 70,000-ഓളം മലക്കുകൾ ത്വാഫ് ചെയ്യുന്ന അതിന് സമാനമായ ഒരു കഅബ സ്വർഗത്തിലും പണിതുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.